ദൈവത്തിൻ്റെ അത്യുന്നതമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. വിശുദ്ധ വേദപുസ്തക പഠനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. റോമർക്കെതിരെ ലേഖനത്തിൻ്റെ 57-ാമത്തെ അവതരണത്തിലാണ് അപ്പോസ്തലനായ പൗലോസ്, പുറജാതികളുടെ അപ്പോസ്തലനായി വിളിക്കപ്പെട്ട പൗലോസ്, ദൈവത്തിൻ്റെ കരുണയാലും കൃപയാലും പുതിയ നിയമത്തിലെ അനവധി പുസ്തകങ്ങൾ ലോകത്തിന് നൽകുവാൻ ദൈവം ഉപയോഗിച്ച വിശുദ്ധനായ അപ്പോസ്തലൻ. ഈ അപ്പോസ്തലന് നൽകപ്പെട്ട വളരെ ഈടുറ്റ ഒരു ലേഖനമാണ് റോമാലേഖനം. ഈ ലേഖന പഠനത്തിലാണ് നാം 57-ാമത്തെ അവതരണം. റോമലേഖനത്തിൻ്റെ 3-ാം അധ്യായമാണ് നാം ഇപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. പൗലോസ് അപ്പോസ്തലൻ യഹൂദ ജനത്തോട് സംവാദിക്കുകയാണ്. അവർക്ക് ദൈവത്തിൻ്റെ നീതിയുടെ ആവശ്യകത ബോധ്യപ്പെടുത്തുകയാണ്. ദൈവത്തിൻ്റെ നീതിയുടെ ആവശ്യകത മനുഷ്യന് ബോധ്യപ്പെടുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഓരോ മനുഷ്യരും അവരുടെ ജീവിതത്തിലെ കുറവുകളും കുറ്റങ്ങളും ആവശ്യകതകളും മനസ്സിലാക്കാൻ കഴിയുക, അത് ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. എല്ലാ മനുഷ്യരും, നമ്മളെല്ലാവർക്കും ആ ഒരു തിരിച്ചറിവുണ്ടാകണം. നമുക്കെന്താണ് ആവശ്യമായിരിക്കുന്നത്, നമ്മുടെ ആവശ്യകത നാം ബോധ്യപ്പെടണം. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ ഒരു മുത്തുമാല പോലെ, ഓരോ മണികൾ ചേർത്തിണക്കുന്നത് പോലെ യഹൂദന്മാരുടെ തന്നെ തിരുവെഴുത്തുകളിൽ നിന്നും വ്യക്തമായി അവർക്ക് ഒരു സന്ദേശം ഊന്നൽ നൽകി അവതരിപ്പിക്കുകയാണ്. ആ സന്ദേശം മറ്റൊന്നുമല്ല, എല്ലാവരും പാപത്തിൻ്റെ കീഴിലാണ്. എല്ലാവരും, യഹൂദന്മാർ ഉൾപ്പെടെ, പാപത്തിൻ്റെ കീഴിലാണെന്നുള്ള വലിയ സത്യം അവതരിപ്പിക്കുകയാണ്. ഈ വിഷയം അവതരിപ്പിക്കാൻ പഴയ നിയമത്തിൽ നിന്ന് സഭാപ്രസംഗയുടെ പുസ്തകം 7-ാം അധ്യായം 20-ാം വാക്യം കൂടി ഉൾപ്പെടുത്തിയാൽ 7ഓളം വാക്യങ്ങൾ ഉപയോഗിക്കുന്നു. സങ്കീർത്തനം 14-ന്റെ 1 മുതൽ 3 വരെ, സങ്കീർത്തനം 5-ന്റെ 9, 140-ാം സങ്കീർത്തനം 3, 10-ാം സങ്കീർത്തനം 7, 36-ാം സങ്കീർത്തനം 1, യെശയ്യാപ്രവാചകന്റെ പുസ്തകം 59-ാം അധ്യായം 7-8 വാക്യങ്ങൾ. അവരുടെ തന്നെ പുസ്തകമാണ്, അവരുടെ കയ്യിലുള്ള വിശുദ്ധ ഗ്രന്ഥമാണ്. അതെടുത്തുകൊണ്ടാണ് അവരോട് കാണിച്ചു കൊടുക്കുന്നത്. ഈ പുസ്തകം തന്നെ നിങ്ങളെക്കുറിച്ച് കാണിച്ചു തരികയാണ്. അവിടെ ആദ്യമായി നമുക്ക് എൻ്റെ 10 മുതൽ 12 വാക്യങ്ങൾ വായിക്കാം. റോമർക്കെതിരെ ലേഖനം 3-ാം അധ്യായം. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, ഗ്രഹിക്കുന്നവനില്ല, ദൈവത്തെ അന്വേഷിക്കുന്നവനുമില്ല. എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാവത്താരായി തീർന്നു. നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലുമില്ല, ഒരുത്തൻ പോലുമില്ല, ആരുമില്ല എന്ന് ആവർത്തിക്കുന്നു. അപ്പോൾ പാപം അതിൻ്റെ സ്വഭാവത്തിൽ വിവരിക്കുകയാണ്. എന്താണ് പാപത്തിൻ്റെ സ്വഭാവം? പാപത്തിൽ അകപ്പെടുന്ന മനുഷ്യൻ്റെ അവസ്ഥ എന്താണ്? നീതിമാനാരുമില്ല, ഗ്രഹിക്കുന്നവനാരുമില്ല, ദൈവത്തെ അന്വേഷിക്കുന്നവനാരുമില്ല, നന്മ ചെയ്യുന്നവനാരുമില്ല. സകല മനുഷ്യരെയും അപഗ്രഥിച്ചുകൊണ്ട്, വിലയിരുത്തിക്കൊണ്ട്, ദർശിച്ചുകൊണ്ട് ദൈവം പറയുകയാണ്, എല്ലാവരും വഴിതെറ്റി, എല്ലാവരും കൊള്ളരുതാത്തവരായി തീർന്നിരിക്കുന്നു. ഇപ്പോൾ മനുഷ്യനെ സംബന്ധിച്ച് അവൻ എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് അവൻ തിരിച്ചറിയണം, മാനസാന്തരപ്പെടണം. എന്താണെന്ന് മാത്രമല്ല, എന്താണ് അവൻ ചെയ്യുന്നത് എന്നും അവൻ പരിശോധിക്കണം. നാം എന്താ ചെയ്യുന്നത്? മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം ആദ്യത്തെ 6 വാക്യങ്ങളിൽ കർത്താവ് യേശു തൻ്റെ ഗിരിപ്രഭാഷണത്തിൽ വ്യക്തമായി തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങളെന്തായിരിക്കണം, നിങ്ങളെന്താ ചെയ്യുന്നത്? മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ ആ ഗിരിപ്രഭാഷണ മധ്യേ താൻ വിളിച്ചു ചേർത്ത് എൻ്റെ ശിഷ്യന്മാരോട് ഇങ്ങനെയാണ് പറഞ്ഞത്, സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ആകാശം ഭൂമി ഒഴിഞ്ഞു പോകുവോളം, സകലവും നിവൃത്തിയാകുവോളം ന്യായപ്രമാണത്തിൽ നിന്നൊരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും ഒരു നാൾ ഒഴിഞ്ഞു പോകുകയില്ല. കൂടാതെ യെരമ്യാപ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായം അതിൻ്റെ 9-10 വാക്യങ്ങൾ ശ്രദ്ധേയമാണ്. യെരമ്യാ പ്രവാചകൻ, ആ പ്രവാചകനുള്ള നൽകപ്പെട്ട പുസ്തകത്തിൻ്റെ 17-ാം അധ്യായം അതിൻ്റെ 9-10 വാക്യങ്ങൾ ഇങ്ങനെയാണ് പ്രവാചകൻ വിളിച്ചു പറഞ്ഞത്, ഹൃദയം എല്ലാറ്റിനേക്കാളും കപടവും വിഷമവുമുള്ളത്, അത് ആരാഞ്ഞറിയുന്നവനാർ? യഹോവയായ ഞാൻ ഹൃദയത്തെ ശോധന ചെയ്ത് അന്തരംഗങ്ങളെ പരീക്ഷിച്ച് ഓരോരുത്തരും അവനവൻ്റെ നടപ്പിനും പ്രവൃത്തിയുടെ ഫലത്തിനും തക്കവണ്ണം കൊടുക്കുന്നു. ഇപ്പോൾ ഹൃദയം വിശുദ്ധീകരിക്കപ്പെടണം. ഹൃദയമാണ് എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം. കപടത നിറഞ്ഞതാണ് ഹൃദയം. പുറമേ നാം വേഷം കെട്ടാം, പല രൂപത്തിലും ഭാവത്തിലും നമ്മെ തന്നെ പ്രദർശിപ്പിക്കാം, പക്ഷെ നമ്മുടെ ഹൃദയമാണ് ഏറ്റവും പ്രധാനം. ഇത് കാണുന്ന ദൈവം വ്യക്തമായിട്ട് പറഞ്ഞു, നീതിമാനില്ല, ഗ്രഹിക്കുന്നവനില്ല, ദൈവത്തെ അന്വേഷിക്കുന്നവനില്ല, നന്മ ചെയ്യുന്നവനില്ല, എല്ലാവരും വഴിതെറ്റി കിടക്കുകയാണ്. അപ്പോൾ ഇത് പാപത്തിൻ്റെ ആ വലിയ സ്വഭാവമാണ്, ഒരു മനുഷ്യനെ സ്വാധീനിക്കുന്ന ആ സ്വഭാവം. രണ്ടാമത്, തുടർന്നുള്ള വേദഭാഗങ്ങൾ 13-14 വാക്യങ്ങളിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്ന റോമലേഖനത്തിൽ പാപം ജീവിതത്തിൽ ഏതൊക്കെ തരത്തിലാണ് ജീവിത ശൈലിയിൽ ബാധിക്കുന്നത്. അത് ചിന്തയിലും വാക്കിലും ചിന്തയിലും എല്ലാം അത് ബാധിക്കുകയാണ്.
വ്യക്തമായിട്ട് അതിൻ്റെ 13-14 വാക്യങ്ങൾ ഇങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ തൊണ്ട തുറന്ന ശവക്കുഴി, നാവ് കൊണ്ടവർ ചതിക്കുന്നു, സർപ്പവിഷം അവിടെ അതിരങ്ങളുടെ കീഴെയുണ്ട്, ഇവിടെ വായിൽ ശാപവും കയ്പ് നിറഞ്ഞിരിക്കുന്നു, അവിടെ കാൽ രക്തം ചെരിവാൻ ബന്ധപ്പെടുന്നു. തുടർന്ന് വ്യക്തമായിട്ട് ഇവിടെ പറയുന്നു, നാശവും അരിഷ്ടതയും ഇവിടെ വഴികളിലുണ്ട്, സമാധാന മാർഗ്ഗം അറിഞ്ഞിട്ടില്ല, അവിടെ ദൃഷ്ടിയിൽ ദൈവഭയമില്ല എന്ന് ഇന്നിങ്ങനെ എഴുതിയിരിക്കുന്നുവല്ലോ. അപ്പം മനുഷ്യൻ്റെ മനസ്സ്, ആ മനസ്സിനുള്ളിൽ കിടക്കുന്നത് എന്താണ്? മ്ലേച്ഛത, ചതി, ശാപം, കയ്പ്, ദൂഷണം, അരിഷ്ടത, ഇതൊക്കെ നിറഞ്ഞു കിടക്കുകയാണ്. എൻ്റെ വാക്കുകളിലോ കൊലപാതകം, നാശം, വഴക്ക് തുടങ്ങിയ കാര്യങ്ങൾ. അപ്പോൾ പാപം ഈ വിധത്തിലാണ് അവൻ്റെ സ്വഭാവത്തെ, അവൻ്റെ ജീവിത ശൈലിയെ, അവൻ്റെ അന്തർഭാഗത്തെ സ്വാധീനിച്ചത്. അവൻ്റെ വാക്കുകളിൽ ശാപവും കൊലപാതകവും കയ്പും വിദ്വേഷവും പകയുമാണ്, ദൂഷണവും അരിഷ്ടതയും ചതിയുമാണ്, പാപത്തിൻ്റെ സ്വാധീനമാണ്. കൂടാതെ മൂന്നാമതായി പാപം നൽകുന്ന വിദ്വേഷം, ദൈവത്തോടുള്ള വിദ്വേഷം. സകല പാപത്തിൻ്റെ വാസ്തവത്തിൽ കാരണം ഇതാണ്. ഒരു മനുഷ്യൻ എന്തുകൊണ്ടാണ് ഈ വിധത്തിൽ പാപത്തിൽ അകപ്പെട്ടത്? എന്തുകൊണ്ടാണ് ഈ പാപപ്രകൃതിയിൽ അവൻ തുടരുന്നത്? പ്രധാനപ്പെട്ട കാരണം വിശുദ്ധ വേദപുസ്തകം പറയുന്നു, ദൈവത്തോടുള്ള അവൻ്റെ മനോഭാവം, ദൈവത്തോടുള്ള വിദ്വേഷം. അതാണ് ഈ അവൻ്റെ വ്യക്തിത്വത്തിൽ വെളിപ്പെടുന്നത്. റോമാലേഖനം 3-ാം അധ്യായത്തിൻ്റെ 18-19 വാക്യങ്ങൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അവരുടെ ദൃഷ്ടിയിൽ ദൈവഭയമില്ല. വളരെ ലളിതമായൊരു സത്യം, അടിസ്ഥാന സത്യം. ദൃഷ്ടിയിൽ ദൈവഭയമില്ല. ഒരു പാപിയായി വഴിതെറ്റിക്കിടക്കുന്ന, തിന്മയുടെ വഴി സഞ്ചരിക്കുന്ന ഒരാളെ നോക്കിക്കൊണ്ട് നമുക്ക് പറയാൻ കഴിയും, ആ മനുഷ്യന് ദൈവഭയം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ജീവിക്കില്ല, ഈ പാപത്തിൻ്റെ വഴി തുടരില്ല. ഇപ്പോൾ വെള്ളയും ധരിച്ച് നടക്കുന്നുണ്ടാകാം, പുറമേയുള്ള പരിഷ്കാരങ്ങൾ ദൈവഭക്തിയുടെ പരിഷ്കാരങ്ങളാകാം, പക്ഷേ ഹൃദയത്തിൽ ദൈവഭയമില്ല. ഇതാണ് എല്ലാ പ്രശ്നത്തിൻ്റെ കാരണം. അധികാരവർഗത്തെ ബഹുമാനിക്കാത്തതിൻ്റെ കാരണം ഇവിടെ ആരംഭിക്കുന്നു, ദൈവഭയമില്ല. ദൈവത്തോടുള്ള ഭക്തിയില്ലാത്തതിൻ്റെ കാരണം ഇവിടെ ആരംഭിക്കുന്നു, ദൈവഭയമില്ല. മറ്റുള്ളവരെ അവഗണിക്കുന്ന അവസ്ഥ ഇവിടെ തുടങ്ങുന്നു, ദൈവഭയമില്ല. ദൈവഭയമുള്ള മനുഷ്യൻ താൻ ചെയ്യുന്നതിൽ ദൈവത്തിൻ്റെ കോപത്തെ കാണും, ദൈവത്തിൻ്റെ ക്രോധം തിരിച്ചറിയും, ദൈവം യോഗ്യമില്ലെന്ന് മനസ്സിലാക്കും. ദൈവത്തോടുള്ള ബന്ധത്തിൽ മാത്രമേ നമ്മുടെ വഴികൾ തെറ്റിപ്പോകുന്നു തിരിച്ചറിയാൻ പറ്റൂ. എന്നാൽ ദൈവമാണ് വഴി. നാലാമതായിട്ട് നമ്മൾ ആദ്യം കണ്ടു, പാപത്തിൻ്റെ സ്വഭാവങ്ങളെ കണ്ടു. പാപം നമ്മുടെ വാക്കിലും മനസ്സിലും പ്രവർത്തിക്കുന്നത് കണ്ടു. പാപത്തിന് അടിസ്ഥാന കാരണം ദൈവത്തുള്ള നമ്മുടെ ഈ മനോഭാവമാണെന്ന് കണ്ടു. നാലാമതായി ഈ വേദഭാഗങ്ങൾ വ്യക്തമായി, പഴയമത്തിൽ ഉദ്ധരിക്കപ്പെട്ട വേദഭാഗങ്ങൾ വ്യക്തമായി, ഒരു വിധത്തിൽ പറഞ്ഞാൽ വൈദ്യശാസ്ത്രത്തിൻ്റെ ഭാഷയിൽ ശരീരഘടനാശാസ്ത്രം എന്ന് പറയും, അനാറ്റമി. പാപത്തിൻ്റെ അനാറ്റമി, പാപത്തിൻ്റെ ശരീരഘടനാ ശാസ്ത്രം അവതരിപ്പിക്കുകയാണ്. സ്വയം നീതീകരിച്ച യഹൂദന്മാർ, തങ്ങൾ നീതിമാന്മാരാണെന്ന് വിളിച്ചു പറഞ്ഞ യഹൂദന്മാരോട് അവരുടെ തന്നെ തിരുവെഴുത്തുകൾ എടുത്തുകൊണ്ട് പൗലോസ് അവരെ കുറ്റം ബോധ്യപ്പെടുത്തുകയാണ്. അവരുടെ തന്നെ തിരുവെഴുത്തുകൾ എന്നിങ്ങനെ എഴുതിയിരിക്കുന്നുവല്ലോ. നിങ്ങളുടെ പുസ്തകം തന്നെയാണ് നിങ്ങൾ കുറ്റം പറയുന്നത്, നിങ്ങളുടെ പുസ്തകം തന്നെയാണ് നിങ്ങളുടെ അവസ്ഥയ്ക്കെതിരെ വിരൽ ചൂണ്ടുന്നത്. റോമലേഖനം 9:19 നമ്മൾ കാണാം. ന്യായപ്രമാണം പറയുന്നതല്ല, ന്യായപ്രമാണത്തിന് കീഴുള്ളവരോട് പ്രസ്താവിക്കുന്നു. കൂടാതെ റോമലേഖനം 6-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം നമുക്കിങ്ങനെ കാണാം. റോമർ 6:13 ഇവിടെ പറയുന്നത്, നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കുകയും അരുത്. നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായും നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായും ദൈവത്തിന് സമർപ്പിച്ചുകൊള്ളുവേ. ഓരോരുത്തരും സ്വയം തിരിച്ചറിയേണ്ട കാര്യമാണ്. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായി നിങ്ങളെയും എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ അവതരിപ്പിക്കും. പണ്ട് എങ്ങനെയാണ് നിങ്ങൾ നടന്നത്? തീത്തോസിൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ തീത്തോസിലൂടെ ഇങ്ങനെ പറഞ്ഞു, മുമ്പേ നാമും ബുദ്ധികെട്ടവരും അനുസരണമില്ലാത്തവരും വഴിതെറ്റി നടക്കുന്നവരും നാനാമോഹങ്ങൾക്കും ഭോഗങ്ങൾക്കും അധീനരും ഈർഷ്യയിലും അസൂയയിലും കാലം കഴിക്കുന്നവരും ദ്വേഷിതരും അന്യോന്യം പകയ്ക്കുന്നവരും ആയിരുന്നുവല്ലോ. മുമ്പിലത്തെ അവസ്ഥ. ഇവിടെ ഇതാ ശരീരഘടനാ ശാസ്ത്രം പാപത്തിൻ്റെ, ദുഷ്ടതയുടെ. എന്താണ്? തൊണ്ടയ്ക്കെതിരെ കുറ്റം ചുമത്തുന്നു, നാവിനെതിരെ ആരോപണം ഉന്നയിക്കുന്നു, അധരങ്ങളെക്കുറിച്ച് ആക്ഷേപം പറയുന്നു, വായെക്കുറിച്ച് ദോഷാരോപണം നടത്തുന്നു, കാലുകൾക്കെതിരെയുള്ള പഴി ചുമത്തുന്നു, മനസ്സിനെ കുറ്റം ആരോപിക്കുന്നു, അവസാനം കണ്ണിനെ എടുത്തു പറയുന്നു. ഇതാണ് 13 വാക്യങ്ങൾ കണ്ടത്. നിങ്ങളുടെ തൊണ്ട തുറന്ന ശവക്കുഴി, തൊണ്ട തുറന്ന ശവക്കുഴി. നാവ് കൊണ്ട് അവർ ചതിക്കുന്നു, സർപ്പവിഷം അവിടെ അധരങ്ങൾക്ക് കീഴെയുണ്ട്, ഇവിടെ വായിൽ ശാപവും കയ്പ് നിറഞ്ഞിരിക്കുന്നു, ഇവിടെ കാൽ രക്തം ചൊരിയാൻ ബന്ധപ്പെടുന്നു, അവിടെ ദൃഷ്ടിയിൽ സമാധാനം, ദൈവഭയമില്ല. മൊത്തത്തിൽ മനുഷ്യൻ്റെ ശരീരഘടനയെ ബാധിക്കുന്നു പാപം. ഒരു പ്രവൃത്തിയിൽ മാത്രം ഒതുങ്ങുന്നില്ല. നമ്മെ സ്വാധീനിക്കാത്ത ഒന്നല്ല പാപം. പാപം ചെയ്യുന്ന മനുഷ്യൻ്റെ സകല മനോഭാവത്തെയും അവസ്ഥയും ശരീരഘടനാ ശാസ്ത്രത്തെ മുഴുവൻ ബാധിക്കും. വിശദമായി നമ്മൾ മുന്നോട്ടുള്ള ചിന്തയിൽ പറയാം.
ഇപ്പോൾ തിരുവെഴുത്ത് വ്യക്തമായി തെളിയിക്കുന്നു, നീതിമാൻ ഒരുത്തനുമില്ല. തിരുവെഴുത്ത് യഹൂദന്മാരോടാണ് സംസാരിക്കുന്നത്, ന്യായപ്രമാണം ന്യായപ്രതി കീഴുള്ളവരോട് സംസാരിക്കുന്നു. അപ്പോൾ ഒരു യഹൂദൻ അവന് ദൈവത്തിൻ്റെ നീതി ആവശ്യമുണ്ട് എന്നുള്ളത് തള്ളിക്കളയുകയാണെങ്കിൽ അവൻ സ്വന്തം തിരുവെഴുത്തുകളെയാണ് തള്ളിക്കളയുന്നത്. ഈ തിരുവെഴുത്തുകളാണ് അവനെതിരെ സാക്ഷ്യം പറയുന്നത്. ഇനി അവന് പ്രതിവാദമില്ല. തിരുവെഴുത്തുകൾ സാക്ഷ്യം പറയുകയാണ്. നമ്മൾ കൊണ്ടുവരുന്ന നമ്മുടെ വിശുദ്ധ വേദഗ്രന്ഥം നമുക്കെതിരെ സാക്ഷ്യം പറയുന്നു. അപ്പോൾ ഇതിലൂടെ പൗലോസ് പറയാൻ ആഗ്രഹിക്കുന്നത് വ്യക്തമായി സ്ഥാപിക്കുകയാണ്, എല്ലാവരും പാപത്തിൻ്റെ കീഴിലാണ്. എല്ലാവർക്കും ദൈവത്തിൻ്റെ നീതി ആവശ്യമാണ്. അപ്പോൾ ലോകം മുഴുവൻ സാർവലൗകികമായി പാപത്തിൻ്റെ ബന്ധനത്തിലും കുറ്റാരോപണത്തിലുമാണ്. പൗലോസ് അപ്പോസ്തലൻ ഇത് തിരുവെഴുത്തുകൾ എടുത്തുകൊണ്ട് തെളിയിക്കുകയാണ്. ഇത്രയധികം തിരുവെഴുത്തുകൾ എടുത്തുകൊണ്ട് പഴയ നിയമത്തിൽ 7ഓളം തിരുവെഴുത്തുകൾ ഉപയോഗിച്ച് അവർക്കത് കാണിച്ചു കൊടുത്തു. യഹൂദന്മാരുടെ, പ്രത്യേകിച്ച് റബ്ബിമാരുടെ ഒരു പ്രത്യേക രീതി പോലെ, ആചാരം പോലെ, മുത്തുമണികൾ കോർത്തിണക്കിയ മാല പോലെ ഒന്നിനു പുറകെ ഒന്നായി തിരുവെഴുത്തുകൾ നിരത്തിക്കൊണ്ട് സാക്ഷ്യപ്പെടുത്തി. 3 പ്രധാന കാര്യങ്ങളിലൂടെ നമുക്ക് പഠിക്കാനുണ്ട്, ചിന്തിക്കാനുണ്ട് പാപത്തെക്കുറിച്ച്. ഒന്ന്, പാപത്തിൻ്റെ ഭക്തികെട്ട അതിൻ്റെ അവസ്ഥയെ കാണിച്ചു തരുന്നു. പാപത്തിൻ്റെ ഭക്തിവിരോധമായ അവസ്ഥ. കാരണം ഈ ഭാഗങ്ങൾ റോമലേഖനം 3-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 18 വേദഭാഗങ്ങളിൽ ആരംഭിക്കുന്ന 11-ാം വാക്യത്തിൽ ദൈവത്തെ അന്വേഷിക്കുന്നവനില്ല എന്ന് തുടങ്ങുന്നു. ദൈവത്തെ അന്വേഷിക്കുന്നവനില്ല. അതിൻ്റെ 18-ാം വാക്യത്തിൽ അവരുടെ ദൃഷ്ടിയിൽ ദൈവഭയമില്ല. അതിൻ്റെ ആരംഭത്തിലും അവസാനത്തിലും ദൈവഭയം, ദൈവത്തെ അന്വേഷിക്കുക എന്നതിൽ ആരംഭിക്കുകയാണ്. ദൈവത്തെ അന്വേഷിക്കുന്നതില്ല. അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഈ തരത്തിൽ അതമ്പതിക്കില്ല. ദൈവഭയം ഉണ്ടായിരുന്നെങ്കിൽ ഈ തരത്തിൽ അവർ ജീവിക്കില്ല. എത്ര വലിയ സത്യമാണ്! നാം അവഗണിച്ച് കളയുന്ന, മറന്നു കളയുന്ന, നിഷേധിച്ച് കളയുന്ന ഒരു വാസ്തവമാണ്. ദൈവത്തെ മനുഷ്യൻ തള്ളിക്കളയുമ്പോൾ വീണ്ടുവിചാരമില്ലാതെ എല്ലാ തരത്തിലുള്ളതായ ദുഷ്ടതയിലേക്കും മ്ലേച്ഛതയിലേക്കും എടുത്തു ചാടുകയാണ്. ദൈവത്തെ ഭയപ്പെടുന്ന മനുഷ്യൻ, യോബിൻ്റെ ഭാഷയിൽ ദോഷം വിട്ടകലുന്നത് തന്നെ വിവേകം. യോബ് 28:28. യഥാർത്ഥത്തിൽ ജ്ഞാനം ദോഷം വിട്ടകലുന്നതാണ്. ദൈവഭയമുള്ള മനുഷ്യൻ, ജ്ഞാനിയായ മനുഷ്യൻ ദോഷം വിട്ടകലും. തിരുവെഴുത്ത് വ്യക്തമായി നിർവചിക്കുന്നു, എടുത്തു കാണിക്കുന്നു. പാപത്തിൻ്റെ സത്ത എന്ന് പറയുന്നത് അഭക്തിയാണ്. ദൈവത്തോടുള്ള ബന്ധം, ഭക്തി, ബഹുമാനമില്ലാതെ പോയാൽ അവിടെ പാപം ആരംഭിക്കും. പാപം ന്യായീകരിക്കപ്പെടും. പാപത്തെ തിരിച്ചറിയില്ല. റോമലേഖനം 1:18 മറക്കരുത്. അവിടെ വ്യക്തമായി പൗലോസ് അപ്പോസ്തലൻ പുറജാതികളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല അഭക്തിക്ക്, അനീതിക്ക് നേരെ ദൈവത്തിൻ്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു. ഇപ്പോൾ ദൈവത്തിൻ്റെ പരാതി എന്താണ്? അത് വളരെ ശ്രദ്ധിക്കണം. ദൈവം ചിലത് പരിഭവപ്പെടുകയാണ്. ദൈവം എന്താ പരിഭവപ്പെടുന്നത്? ദൈവം പരിഭവപ്പെടുന്നത് ജനങ്ങൾ എന്നെ അന്വേഷിക്കുന്നില്ല, ജനങ്ങൾ എന്നെ തേടുന്നില്ല. 14-ാം സങ്കീർത്തനത്തിൽ 2-ാം വാക്യം ഒന്ന് വായിച്ച് കേൾക്കാം. 14-ാം സങ്കീർത്തനം 2-ാം വാക്യം. ഇവിടെ ദൈവത്തിൻ്റെ പരിഭവം ഇങ്ങനെയാണ്: ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ യഹോവ സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. പക്ഷേ മറുപടി ദൈവം പറയുന്നു, എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരായത്തറായി തീർന്നു, നന്മ ചെയ്യുന്നവരില്ല, ഒരുത്തം പോലുമില്ല. അപ്പോൾ ദൈവത്തെ അന്വേഷിക്കുന്നവരുണ്ടോ എന്നാണ് ദൈവം നോക്കുന്നത്. ദൈവത്തെ അന്വേഷിക്കുന്നവരുണ്ടോ? ദൈവത്തിൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ കാര്യങ്ങൾ പ്രധാനമായിട്ട് ചിന്തയിൽ കൊണ്ടുവരുന്നവരാരെങ്കിലും ഉണ്ടോ? ക്ലാസ്സിന് വന്നിരിക്കുന്നതോ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് തലകുലിച്ചിരിക്കുന്നതിനെക്കുറിച്ചല്ല. ദൈവത്തെ അന്വേഷിക്കുന്നവനാണോ നീ? ദൈവത്തെ ഹൃദയപൂർവ്വം അന്വേഷിക്കുന്നവൻ്റെ മഹത്വം അന്വേഷിക്കുന്നവനാണോ? ഇത് ദൈവം അന്വേഷിക്കുകയാണ്, ദൈവം നോക്കുകയാണ്. അതോടൊപ്പം തന്നെ 54-ാം സങ്കീർത്തനം 54-ാം സങ്കീർത്തനത്തിൽ ഇപ്രകാരം സങ്കീർത്തനക്കാരൻ മറ്റൊരു പരിഭവം, ദൈവത്തിൻ്റെ പരിഭവം ഓർമ്മിപ്പിക്കും. അവിടെ പറയുന്ന 54-ന്റെ 3-ാമത്തെ വാക്യത്തിൽ സങ്കീർത്തനത്തിൽ, അന്യജാതിക്കാർ എന്നോട് എതിർത്തിരിക്കുന്നു, ഘോരന്മാർ എനിക്ക് ജീവഹാനി വരുത്തുവാൻ നോക്കുന്നു, അവർ ദൈവത്തെ തങ്ങളുടെ മുമ്പാകെ വെച്ചിട്ടുമില്ല. ദൈവത്തെ ജീവിതത്തിൽ മുമ്പിൽ വയ്ക്കണം. തീരുമാനങ്ങളെ, എല്ലാ വഴികളുടെയും, എല്ലാ യാത്രകളുടെയും, എല്ലാ ചിന്തകളുടെയും മുമ്പിൽ ദൈവമുണ്ടാകണം. സദൃശവാക്യം 16-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം ശ്രദ്ധിക്കാം. സദൃശവാക്യം 16 അതിൻ്റെ 8-ാം വാക്യത്തിൽ ഇങ്ങനെ കാണാം: ന്യായരഹിതമായ വലിയ വരവിനേക്കാൾ നീതിയോടുകൂടിയുള്ള അല്പം നല്ലത്. മനുഷ്യൻ്റെ ഹൃദയം തൻ്റെ വഴിയെ നിരൂപിക്കുന്നു, അവൻ്റെ കാലടിയോ യഹോവ ക്രമപ്പെടുത്തുന്നു. നമ്മുടെ വഴികൾ ദൈവത്തിൻ്റെ മുമ്പിലായിരിക്കട്ടെ. ദൈവത്തിൻ്റെ മറ്റൊരു പരാതി എന്താണ്? സങ്കീർത്തനം 10:4 കേൾക്കാം. അവിടെ ദൈവത്തിൻ്റെ പരാതി ഇപ്രകാരമാണ്. സങ്കീർത്തനം 10 4-ാം വാക്യം. ഇവിടെ ദൈവം മറ്റൊരു പരിഭവം അറിയിക്കുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ഈ പരിഭവങ്ങൾ നമുക്ക് കേൾക്കണം, അതിനനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തണം. ദൈവം പറയുന്നത്, ദുഷ്ട ഉന്നത ഭാവത്തോടെ അവൻ ചോദിക്കുകയില്ല എന്ന് പറയുന്നു. ദൈവമില്ല എന്നാകുന്നു അവൻ്റെ നിരൂപണമൊക്കെയും, അവൻ്റെ വഴികൾ എല്ലായ്പ്പോഴും സഫലമാകുന്നു.
ഇപ്പോൾ ദൈവത്തെ ചിന്തയിൽ കൊണ്ടുവരുന്നില്ല, വഴികളിൽ ദൈവത്തെ ചിന്തിക്കുന്നില്ല. മാത്രമല്ല, ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ ആരും സ്നേഹിക്കുന്നില്ല. ദൈവത്തിൻ്റെ പരാതിയാണ്. ദൈവത്തെ നാം പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുന്നില്ല. നാം പലപ്പോഴും ഒരുപക്ഷെ വാദിക്കാൻ ആഗ്രഹിക്കും. ദൈവം വ്യക്തമായി കാണിച്ചു തരും. നാം പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും നാം ദൈവത്തെ സ്നേഹിക്കുന്നില്ല എന്ന് ദൈവം തെളിയിച്ചു തരും. പാപം എന്ന് പറയുന്നത് ദൈവത്തിനെതിരെയുള്ള സ്വാർത്ഥതയുടെ പ്രവർത്തനമാണ്. നമ്മുടെ സ്വയം ദൈവത്തിനെതിരെ പ്രവർത്തിക്കും. പാപത്തിൽ ദൈവത്തെ സിംഹാസനത്തിൽ നിന്ന് വലിച്ചിറക്കി ഇവിടെ നാം കയറിയിരിക്കുന്നതാണ് പാപം. ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വവും ആരാധനയും ബഹുമാനവും ജീവിതത്തിലെ ഒരു തീരുമാനത്തിലും വഴികളിലും ചിന്തകളിലും പ്രവൃത്തികളിലും നമുക്ക് കൊടുക്കില്ല. അവിടെ നാം കയറിയിരുന്ന് തീരുമാനങ്ങൾ എടുക്കും. ദൈവത്തെ സിംഹാസനത്തിന് വലിച്ചിറക്കും. സ്വയത്തെ ദൈവമായി ചിത്രീകരിക്കും. ശ്രദ്ധയില്ലാത്ത ഒരവസ്ഥയാണിത്. ദൈവത്തിന് മാത്രം അവകാശപ്പെട്ട ആ സിംഹാസനം, അധികാരം, അവിടെ നാം കയറിയിരുന്ന് നമ്മുടെ ജീവിതത്തിൽ നാം ഭരിക്കാൻ തുടങ്ങുമ്പോൾ പാപം ആവിർഭവിക്കുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത് ദൈവഭയമില്ല, ദൈവത്തെ അന്വേഷിക്കുന്നില്ല. അതുകൊണ്ടാണ് ഈ വിധത്തിൽ ജീവിതം തരം താഴ്ന്നത് എന്ന് ദൈവം കാണിച്ചു കൊടുക്കണേ യഹൂദന്മാർ. അവരുടെ തന്നെ തിരുവഴുത്തിൽ, ഒരു മനഃശാസ്ത്രജ്ഞരുടെ ഡയറിക്കുറിപ്പല്ല. ദൈവം തൻ്റെ വിശുദ്ധ രേഖകളിൽ നിന്ന്, തൻ്റെ പുസ്തകത്തിൽ നിന്ന് തൻ്റെ ജനത്തെ കാണിച്ചു കൊടുക്കുകയാണ്. നിങ്ങളുടെ ദൃഷ്ടിയിൽ എന്നെക്കുറിച്ചുള്ള ഭയമില്ല. നിങ്ങളുടെ വഴികളിൽ ഞാൻ എന്നെ വെച്ചിട്ടില്ല. നിങ്ങളുടെ ചിന്തകളിൽ എനിക്ക് സ്ഥാനമില്ല. നിങ്ങളെൻ്റെ മഹത്വം അന്വേഷിക്കുന്നില്ല. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ ദൈവത്തിനും അവൻ്റെ സഭയ്ക്കും അവൻ്റെ പരിശുദ്ധമായ നാമത്തിനും അപമാനം വരുന്നുണ്ടോ? മഹത്വം ഉണ്ടാകുന്നുണ്ടോ? അതോ താൽക്കാലികമായ സന്തോഷത്തിനും അവരുമായുള്ള ഒരു സംസർഗത്തിനും കൂട്ടായ്മയ്ക്കും വേണ്ടി ദൈവ വഴികൾ ഉപേക്ഷിച്ച് ഓടുകയാണോ? നിങ്ങൾ എന്നെ അപമാനിക്കുകയാണ്. എൻ്റെ വഴികളിൽ തെറ്റി ഓടുകയാണ്. നിങ്ങൾ കൊള്ളരുതാത്തവരായി തീരുകയാണ്. ഇതിനേക്കാളും ശക്തമായൊരു ശസ്ത്രക്രിയയില്ല. പക്ഷേ അത് നാം മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കിയാൽ നമുക്ക് ദൈവഭയം ഉണ്ടാകും. ആ ഭയം നമുക്കുണ്ടായാൽ നമ്മുടെ വഴികൾ ക്രമപ്പെടും. ദൈവത്തിന് കൊടുക്കേണ്ട സിംഹാസനത്തിൽ ദൈവത്തെ മാത്രം ഇരുത്തുക. നാം താഴെ ഇരിക്കുക, അവൻ്റെ കാൽക്കീഴിലിരിക്കുക. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. തുടരാം. ഇതിൻ്റെ 2 വശങ്ങൾ കൂടിയുണ്ട്. ഈ റോമലേഖനം 3:10-18 അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാവുന്നതാണ്. ഈ വചനങ്ങൾ, ഈ സത്യങ്ങൾ ജീവിതത്തെ സ്വാധീനിക്കണം, ചിന്തകളെ സ്വാധീനിക്കണം. ഓരോ നിമിഷവും നാം ഇത് ഓർക്കണം. എൻ്റെ ചിന്തയിൽ ദൈവമുണ്ടോ? എൻ്റെ വഴികളിൽ ദൈവമുണ്ടോ? ഞാൻ മുമ്പിൽ ദൈവത്തെ വെച്ചിട്ടുണ്ടോ? അവൻ്റെ ചിന്ത, അവൻ്റെ ആഗ്രഹം, അവൻ്റെ ഇഷ്ടം ആണോ എൻ്റെ ഇഷ്ടം? ദൈവത്തിൻ്റെ ഇഷ്ടമാണോ എൻ്റെ ഇഷ്ടം? അങ്ങനെ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിയാൽ ദൈവത്തിന് നമ്മെക്കൊണ്ട് പ്രയോജനമുണ്ടാകും. ദൈവം നിങ്ങളെ സഹായിക്കും.